ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് വ്യവസായ വകുപ്പ് അടക്കം കണക്കിലാക്കുന്ന 3 പ്രധാനപ്പെട്ട അടിസ്ഥാന നേട്ടങ്ങളുണ്ട്, അഥവാ നമ്മുടെ വിഭവങ്ങളുണ്ട്. ഒന്ന്, മാനവ വിഭവശേഷി എന്നുള്ളതാണ്. അതിനെ വ്യവസായ മന്ത്രി വിശേഷിപ്പിക്കുന്നത് ടാലൻറ്റ് പൂൾ എന്നാണ്. നമ്മൾ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം നോക്കിയാൽ 20 വയസ്സിനും 30 വയസ്സിനും താഴെയുള്ള ചെറുപ്പക്കാരാണ്. IT മേഖലയിൽ, എയ്റോസ്പേസ് മേഖലയിൽ, റോബോട്ടിക്സിൽ, എന്തിനേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒക്കെ നിക്ഷേപിക്കാൻ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ ടാലൻറ്റ് പൂൾ നമുക്കുണ്ട്. അത് ഒരു വലിയ അനുഗ്രഹമാണ് കേരളത്തിന്. ആ ടാലൻറ്റ് പൂളിനെ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റീവായി സർഗാത്മകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മുടെ വികസന പാത തെളിയുന്നത്. നമ്പർ 2, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ബാംഗ്ലൂരുവിന് സമാനമായ, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾക്ക് സമാനമായ, ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ മാറുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിൽ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കേരളത്തിലുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത നമുക്കുണ്ട്. മൂന്നാമത്തതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ടിവിറ്റി എന്നുള്ളത്. കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും ദേശീയപാതകൾ ഇനി കണ്ണാടി പോലെ മിന്നുന്ന ദേശീയപാതകളാണ് വരാൻ പോകുന്നത്. മലയോര ഹൈവേകൾ വരാൻ പോകുന്നത്. ആ ദേശീയപാത 17 മണിക്കൂർ എന്നുള്ളത് 7 മണിക്കൂറായിട്ട് ചുരുങ്ങാൻ പോവുകയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്.